എടാ ഇന്നലെയും വിളിച്ച് ഞാൻ ഇപ്പം വരുമ്പോ വിളിച്ച്, പക്ഷേ ഓന്റെ മൊബൈല് സ്വിച്ച് ഓഫാ. ഒരു കാലത്ത് ഓന്റെ ഫോണിൽ വിളിച്ചാൽ കിട്ടിയേ ഇല്ല. സത്യ കൊടുകൈ എല്ലടാ ഇഞ്ഞപ്പാ വന്നേ? ഞാൻ ഇന്ന് രാവിലെ കണ്ണൂർ ഫ്ലൈറ്റ് ഇറങ്ങി. കൊണ്ടേനാ പിന്നെ അത് കൊണ്ടുവരാണ്ടിക്കോ? നമ്മക്കൊന്ന് അടിച്ചു പൊളിക്കണ്ടേ? പിന്നെ ഞാൻ ഇന്ന് രാവിലെ ഇങ്ങള് പറയാ പ്രകാശം ഇങ്ങനെ വന്നാട്ടെ, നമുക്ക് ആ പേരിലൊന്നും ഇല്ല. പിന്നെ ഇന്നത്തെ പരിപാടിക്ക് വരണ്ടേ? എന്തെല്ലാം വിശേഷം? നീ ഇപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ട്, ചങ്ങായിമാർക്ക് എല്ലാവർക്കും സമ്മാനം. സത്യ ഒന്ന് നോക്കിയാ റെഡിയാണോ? ഒന്നിച്ചിട്ടാണ് ഇനി ആ ഭാഗം താത്ത് കൊടുത്തു. പ്രകാശ ഈ പെണ്ണിന് ഒരു നമ്മളെ വെളുത്തിരി കിട്ടിയത് എല്ലാം പോലെ ഇനി അന്നു ഉരുകിത്തീരുന്ന അജീവ എല്ലാരും എത്തിയല്ല പോലെ സപ്പടിക്കടാ. അപ്പൊ സുഹൃത്തുക്കളെ, ഇനി വരാനുള്ളവരൊക്കെ വരട്ടെ, നമുക്ക് കമ്മിറ്റി ഒക്കെ തുടങ്ങാം. എന്താ ആദ്യം തന്നെയാണോ? ശരി, നമുക്ക് പരിപാടി തുടങ്ങാം. നിങ്ങളൊരു കാര്യം, പഴയ പോലെ ബെഞ്ചൊന്നുമില്ല, എല്ലാം കസേല, ഓരോ കസേല കേട്ടോ. കസേല എടുക്കും പ്രകാശ്, ആൾക്കാര് കസേല അധികം എടുക്കണേടാ. എല്ലാരും എടുത്ത ഓരോ കസേല എടുത്താ ഇതെന്തിനാടാ ഒരു കസേലൊക്കെ വന്ന് ഇങ്ങനൊരു വേടിക്ക്. എല്ലാരും റെഡിയല്ലേ? അപ്പൊ സുഹൃത്തുക്കളെ, 1985 അടക്കെ ആരും ഒച്ച ഉണ്ടാക്കല്ലേ, ഇവിടെ ഒരു കാര്യം പറയാൻ അപ്പോൾ ഒരു കുശുകുശു. 1985 നെടുമ്പ്രം കാരാർത്തി എഫ് സ്കൂളിലെ 7ാം ക്ലാസ് ബാച്ചിന്റെ പൂർവ്വ വിദ്യാർത്ഥി കൂട്ടായ്മയായ ഓർമ്മച്ചെപ്പ് എന്ന പരിപാടി കഴിഞ്ഞ 2 പ്രാവശ്യവും നമ്മൾ അതിഗംഭീരമായി കൊണ്ടാടുകയുണ്ടായി. അതേപോലെ തന്നെ മാതൃവിദ്യാലയത്തിന് വേണ്ടി നമുക്ക് പലതും ചെയ്യാനും കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഒരിക്കൽ കൂടി നമ്മൾ ഒത്തൊരുമിക്കാൻ പോവുകയാണ്. ഈ പരിപാടി എപ്പോൾ എവിടെ വെച്ച് എങ്ങനെ നടത്തുമെന്ന് തീരുമാനിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിവിടെ കൂടിയിരിക്കുന്നത്. അതുകൊണ്ട് ഓരോരുത്തരും അവരവരുടേതായ അഭിപ്രായം പറഞ്ഞുകൊണ്ട് നമുക്കൊരു ഡേറ്റും സ്ഥലവും തീരുമാനിക്കാം. എനിക്കൊരു കാര്യം പറയണ്ടേ? മോനെ, നമ്മളെല്ലാം കാരാട്ട് സ്കൂൾ പഠിക്കുമ്പോ ഉപ്പിൽ ചപ്പിലല്ലേ റവ തിന്നെ? എനിക്ക് ഓർമ്മയുണ്ടോ? ആ, കഴിഞ്ഞ കാലത്തെ പരിപാടിയുടെ പേരുന്നേനു ഓർമ്മച്ചെപ്പ്. അതിന്റെ മുമ്പിലത്തേനോ ഒരു വട്ടം കൂടി. ഇപ്രാവശ്യത്തെ പരിപാടിയുടെ പേര് ഞാനൊന്ന് കണ്ടുവച്ചിട്ടുണ്ട്. ഉപ്പിലെ ചപ്പിലെ റവ എന്നാണ് എന്റെ ഒരു അഭിപ്രായം. സാധാരണ രീതിയിൽ കക്ഷികൾ സ്കൂൾ കടയപ്പ റവ വളർന്ന സമയത്തിന് മാത്രം. അപ്പോ കുറെ കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താ ചെയ്യാ? ഇവരെ കാണുകയില്ല. കുറെ കഴിഞ്ഞാൽ ഉണ്ടാവും ആ റവ വെക്കുന്ന കൂടെയില്ലേ ആടാ പ്രകാശ, എന്നെ ഇത് പറയണം. ഇനിയും മത്സരം കാരാർത്ത കനാലിന്റെ ഇടയിൽ പോയിട്ട് കുത്തക്കട കളിക്കാൻ പോകുമ്പോ നിങ്ങൾക്ക് വരുമ്പോഴേക്ക് നമ്മൾ കരിച്ചോ അല്ല ഇതിൽ ഉപ്പിലെ ചപ്പില് ഉപ്പാവ് എടുത്ത് വെച്ചിട്ട് കരിച്ചോല ഇറയത്ത് വെക്കണം. അന്നല്ലെങ്കിൽ നല്ലോണം ഞണ്ണി ഇവിടെ പോയി അന്നല്ലെങ്കിൽ നല്ലോണം ഞണ്ണിയിലല്ല മറ്റേ ഇപ്പൊ അവന്റെ ഒരു നാമൂസ് കേട്ടാ. അത് തന്നെയല്ലേ ഓന് രവസുഖതന്റെ പേരും മേത്തിരി കുറ്റി വേണ്ടയാൾ ഞാൻ ടീച്ചറായിട്ട് ഇല്ലടാ. അഭിപ്രായം പറയുന്ന കാര്യമായൊന്നും കാണുന്നില്ലല്ലോ. ഇതാരെ ഉദ്ദേശിച്ച രാവിലെ സത്യ നമ്മളാ ടി പി സുകുമാരനല്ലേ?
പഞ്ചായത്ത് പ്രസിഡന്റ്. നല്ല കാര്യം. ഓനെയും കാത്തുനിന്നാല് നമ്മളിന്ന് പാതിരിയാലും വീട്ടിൽ പോകൂലേ? അത് ശരിയാ. ഓന് പഞ്ചായത്തിലെ 100 വട്ടം പരിപാടി ഇല്ലല്ലേ? അത് പറയാൻ എന്താന്ന് വെച്ചാ പറ. ഓൻ ഇന്നലെ എന്റെ സ്കൂളിൽ വന്നേടോ. ഇന്നത്തെ മീറ്റിംഗിന്റെ കാര്യം ഞാൻ ഓനോട് പറഞ്ഞതാ. എന്നിട്ട് ഓനെന്നാ എന്നോട് പറഞ്ഞേ? ഇന്ന് വരാന്ന് പറഞ്ഞേ. സുഖുവോന്റെ സമയത്ത് വരട്ടെ. നമ്മുടെ കൂട്ടത്തിൽ ഒരു പഞ്ചായത്ത് പ്രസിഡന്റ് ഉണ്ട് എന്ന് പറയുന്ന ഒരു ഗമയല്ലേ? എല്ലാ സജീവ ഞാനൊരു കാര്യം പറയട്ടെ. പഞ്ചായത്ത് പ്രസിഡന്റ് മാത്രം ഡോക്ടർ ഇല്ലേ, എഞ്ചിനീയർ ഇല്ലേ, വക്കീലില്ലേ? ഇവിടെ നമുക്ക് നല്ലൊരു കുറവുള്ളേ. അതാണ് ഇങ്ങക്ക് ഈ ഡോക്ടറും എഞ്ചിനീയറും വക്കീലിനെ പിടിക്കൂ. നമ്മളെ പോലെ ഓട്ടോറിക്ഷ എടുക്കുന്നവനും ആശാരിപ്പണി എടുക്കുന്നവനും നാട് പണിക്കാരനോ നിങ്ങൾക്ക് പിടിക്കൂല. അങ്ങനെ പറഞ്ഞു കൊടുക്കും സുഖത. മാപ്പ് ക്ഷമിക്കണം. അത് തന്നെ പണ്ടുള്ളവർ പറഞ്ഞേ, പഠിച്ച വിദ്യാലയത്തിന്റെയും പഠിപ്പിച്ച അധ്യാപകരും ഗുണം. പേരിൽ നമ്മൾ കുറെ ആളുകളുണ്ട്, എന്നാലോ ഒരു കമ്മിറ്റി വിളിച്ചാല് ഇതേ കാണുന്നത് നമ്മൾ 5-6 ആള് മാത്രം. എന്നാലും രാവും പകലില്ലാണ്ട് വാട്സാപ്പിൽ തോണ്ടിക്കളിക്കാൻ ഒരു മടിയുമില്ല. ഓരോരുത്തർക്ക് ഓരോ ജീവിത തിരക്കല്ലടോ. നമ്മൾ ഒരു കാര്യം തീരുമാനിച്ചാല് അത് എല്ലാരും അംഗീകരിക്കാന്ന് പറഞ്ഞല്ലേ? അപ്പൊ നമുക്കൊരു സ്ഥലം ഉണ്ടായിട്ട് അങ്ങ് തീരുമാനിക്കാനേ. അതാ അതിന്റെ ശരി. കൈ താത്തിക്കോളൂ സുഖു, ഇലക്ഷൻ എല്ലാം കഴിഞ്ഞല്ലേ? തീരുമാനങ്ങൾ എന്തായി? എന്താ അങ്ങനാടോ നിന്നെ കാത്തിരി നമ്മൾ ഇവിടെ ഇരിക്കുന്നേ? എന്താ ചെയ്യാ? ജില്ലാ പഞ്ചായത്ത് മീറ്റിംഗ് 5 ഉദ്ഘാടനങ്ങളായിരുന്നു. ഒരു രക്ഷയില്ല. അതുകൊണ്ടാണ് പിന്നെ ഇപ്പൊ ലാസ്റ്റ് വരെ നോക്കുമ്പോ നമ്മുടെ മീശക്കുളത്തിന്റെ അതിന്റെ പുനരുദ്ധാരണത്തിന്റെ ഉദ്ഘാടനം അതും കഴിഞ്ഞാൽ നേരെ ഞാൻ ഇങ്ങോട്ട് പോകുന്നത്. അത് തന്നെ പ്രസിഡന്റ് പ്രശ്നം. ഡേറ്റ് തീരുമാനിക്കാൻ എല്ലാ സൗകര്യം വേണ്ടേ? പക്ഷേ എനിക്ക് എന്ത് തിരക്കുണ്ടെങ്കിലും ഞാൻ എല്ലാ പരിപാടികളും മാറ്റിവെച്ച് നിങ്ങളുടെ പരിപാടിക്ക് അല്ലല്ല നമ്മുടെ പരിപാടിക്ക് ഞാൻ ഉണ്ടാവും. പോരെ? അപ്പൊ പ്രസിഡന്റ് ഉറച്ച്. പക്ഷെ ഒരു കാര്യമുണ്ട്, നമ്മുടെ കൂടെ 7ാം ക്ലാസ് പഠിച്ച എല്ലാവരും നമ്മുടെ അടുത്ത മീറ്റിംഗിൽ തീർച്ചയായിട്ടും ഉണ്ടാവണം. പക്ഷെ അത് നടക്കുന്നില്ല. എന്തുകൊണ്ട് നടക്കില്ല? നമ്മളന്ന് പഠിക്കുമ്പോ 7ാം ക്ലാസ്സില് 36 കുട്ടികളാണ്. അതെ 20 ആൺകുട്ടികളും 16 പെൺകുട്ടികളും. അതെ അല്ല സുഗത, അസുഖം വന്ന് മരിച്ച റംല, റഷീദ്, മനോജ് ഇവരൊഴിച്ച് 33 പേരല്ലേ ഉള്ളൂ? ആ 33 പേരില് 32 ആൾ ഇപ്പൊ നമ്മളെ വാട്സപ്പ് കൂട്ടായ്മയിലുണ്ട്. ഒരാൾ ഒഴിച്ച്. എന്റെ സത്യ അതാണ് ഒഴിഞ്ഞു പോയെ. മോനോരെ നമ്മളെ മനോട്ടി. പക്ഷെ ഒരു കാര്യമുണ്ട്, മനോഹരനെ അടുത്ത പരിപാടിക്ക് എന്തായാലും കൊണ്ടുവരണം. കഴിഞ്ഞ 2 പരിപാടിക്ക് ഓനോട് പ്രത്യേകം പറഞ്ഞതാ. പക്ഷെ എന്താ 2 പരിപാടിക്ക് ഓൻ പങ്കെടുത്തിട്ടില്ല. അല്ല പ്രകാശ, ഇനി കറിഞ്ഞൂടെ ഓ മഹാമടിയനാന്ന്. ആന്താ സുകുമാര, എനിക്ക് ഓർമ്മയില്ലേ? വരുന്നേരം നമ്മള് തോട്ട് വരുമ്പോ തൊട്ടാ പുറത്തൊരു പാളിയെല്ലാം വെച്ച് കെട്ടിട്ട് പുറത്ത് മുട്ടിയിൽ കൂട്ടിക്കൊണ്ടേ. പക്ഷെ സുഗത അതല്ല ഒരു കാണുന്നില്ല അല്ലേ? പക്ഷെ വേറൊരു കാര്യമുണ്ട്, മനോഹരൻ എത്ര ഭംഗിയായിട്ട് പാട്ട് പാടും അല്ലേ? പാട്ടെല്ലാം പാടും. നിർബന്ധിക്കണം. സുലു, എനിക്ക് ഓർമ്മയുണ്ടാ പണ്ട് നമ്മളെ ക്ലാസ്സിൽ വെച്ചിട്ട് മനോഹരനെ കൊണ്ട് ഭാരതി ടീച്ചർ ഒരു പാട്ട് പാടിച്ചിട്ടേ, അന്നത്തെ ഹിറ്റ് പാട്ട്. പിന്നെ അതൊക്കെ മറക്കാൻ പറ്റുമോ? 1000 കണ്ണുമായി കാത്തിരുന്നു നിന്നെ ഞാൻ, നിന്നും പറന്നകന്നൊരു പൈങ്കിളി മലത്തെങ്കിളി, പൈങ്കിളി മലത്തെങ്കിളി, പൈങ്കിളി മലത്തെങ്കിളി. ഒന്ന് നിർത്തടാ, ഉണ്ണിയേട്ടൻ ഇപ്പം വരും എന്നെ കൂട്ടി. അപ്പൊ ഞാനൊരു തീരുമാനം പറയാം. നമ്മുടെ അടുത്ത ഓർമ്മച്ചെപ്പ് സംഗമത്തിൽ നമ്മുടെ അടുത്ത പരിപാടിയുടെ പേര് ഓർമ്മച്ചപ്പ് എന്നല്ല, പിന്നെ നമ്മുടെ അടുത്ത പരിപാടിയുടെ പേര് ഉപ്പിലച്ചപ്പിലെ റവ. ശരി. അപ്പൊ ഉപ്പിലെ ചപ്പിലെ റവ എന്ന നമ്മുടെ അടുത്ത സംഗമത്തിൽ അപ്പോ നമ്മൾ എല്ലാവരും ഉണ്ടാകും, കൂടെ നമ്മുടെ മനോഹരനും. 1000 കണ്ണുമായി കാത്തിരുന്നു നിന്നെ ഞാൻ, എന്നിൽ നിന്നും പറന്നകന്നൊരു പൈങ്കിളി മലർത്തേങ്കിളി, 1000 കണ്ണുമായി കാത്തിരുന്നു നിന്നെ ഞാൻ, എന്നിൽ നിന്നും പറന്നകന്നൊരു പൈങ്കിളി മലർത്തേങ്കിളി,
നമസ്കാരം പ്രിയ വയലും വീടും ശ്രോതാക്കളെ. അന്നമൂട്ടുന്ന കർഷകൻ പാദ നമസ്കാരം. കർഷക ദിനത്തോടനുബന്ധിച്ചുള്ള പ്രത്യേക പരിപാടി. മനുവേട്ടാ, മനുവേട്ടാ, ഒരു 2 ബക്കറ്റ് വെള്ളം കോരി വെക്കണേ. ചിങ്ങമാസം പിറക്കുന്നത് എനിക്ക് നേരെയില്ലാതാണോ? വിളവെടുപ്പിന്റെ ആഘോഷത്തിമിർപ്പും കർഷകന്റെ സന്തോഷത്തിമിർപ്പുമായാണ്. മനുവേട്ടാ, ഒന്നും ദോശ മറിച്ചിടണേ, മറക്കല്ലേ. കർക്കിടകം കഴിഞ്ഞാൽ ദുർഘടം തീർന്നു എന്നാണല്ലോ പഴയ കർഷകന്റെ വിശ്വാസം. അതുകൊണ്ട് തന്നെ ചിങ്ങമാസം കർഷകന്റെ മാസമാണ്. ചിങ്ങം 1 മനുവേട്ടാ, കർഷക ഒന്നി നാറിയിടണേ, മറന്നുപോലെ. ഇക്കുറി കർഷക അല്ല ദിനത്തിന് മനുവേട്ടാ, ഇങ്ങനെയാണല്ലോ ഞാൻ ദോശ മറിച്ചിടാൻ സവിശേഷമായ പറഞ്ഞേ. ഇങ്ങനെ ഒരു മനുഷ്യൻ സകലം കരിഞ്ഞ് കത്തിപ്പോയാലോ. ഏത് നേരം നോക്കിയാലും ഞാൻ കൊറോണ മന്ദബുദ്ധിയെ പോലെ വൈറസ് ഇരുന്നോളും. ഒരു ലോകത്തിനാകെ മനുഷ്യൻ. ഭീഷണിയായി ആശങ്കയായി നിലനിൽക്കുന്നു. ഇന്ത്യയുടെയും കേരളത്തിന്റെയും സ്ഥിതി വിഭിന്നമല്ല. മനുവേട്ടാ, മനുവേട്ടാ, കോവിഡ് ഒന്ന് ഭരണത്തിന്റെ ഞെക്കി തരാം. കാഴ്ചയാണ് എവിടെയും. മനുവേട്ടാ. ഓ, അതോടൊപ്പം രാജ്യത്തിന്റെ അതിർത്തിയിൽ അസ്വസ്ഥതകൾ ഇപ്പോഴും മനുവേട്ടാ. നിലനിൽക്കുന്നു. ഇങ്ങനെയുള്ള ദുരന്തപൂർണമായ പശ്ചാത്തലത്തിലാണ് ഇക്കുറി കർഷക ദിനം. ജയ് ജവാൻ ജയ് കിസാൻ എന്ന പാട്ട്. മനുവേട്ടാ, ഒന്ന് ഫോൺ എടുക്ക്. ആരോ പണിക്ക് വിളിക്കുന്നതായിരിക്കും. നോക്കിയിട്ടായിരുന്നേ. നീനങ്ങ് വെച്ചാട്ട് അനക്കിത് പണിക്കൊന്നും പോകയില്ല. പണിക്ക് പോണേ നിങ്ങൾ പോണ്ടാന്ന്. നിങ്ങൾക്ക് ആ ഫോൺ എടുത്തിട്ട് ഓഫാക്കി വെക്കണോ? മനുഷ്യന് സ്വസ്ഥതയ്ക്ക് തന്നൂടെ? എന്ത് വേം ഒരു ചായ. ഓ, ചായയല്ലേ ഞാനിപ്പോ വെച്ചതിന്. ഇത് നിടക്കിടക്ക് ചായ വെച്ചിരുന്ന ഇനി വേണ്ടിക്കല് സ്വന്തം ഉണ്ടാക്കി കുടിച്ചോളൂ. ആരുടെ തന്നിട്ട് അതോടെ വെച്ചിരുന്നു. രാവിലെ തന്നെ ഒന്ന് അടഞ്ഞ് കുറെ നേരായി. ആ കുറെ നേരായി. എല്ലാം ഇതാരും അന്തൃപ്തിയാ. ഇതെന്താ രാവിലെ തന്നെ ഇരുന്നാട്ടെ. ഇനി എന്നെ ഇരുത്തണ്ട മനോര. ഇന്നെ ഞാൻ എത്ര നേരായി വിളിക്കുന്നു. എനിക്ക് ആ ഫോൺ എടുത്താൽ എന്താ? നിങ്ങളെ വിളിച്ചിരാ എപ്പോ? എപ്പോ? ഇപ്പൊ എനിക്ക് നോക്കറ എത്ര മിസ് ഉണ്ട്. എല്ലാ മനോര, ഇന്നോട് ഞാൻ എത്രയായി പറയുന്നു ആ ഗോപാലന്റെ ഒന്ന് കൊത്തിത്തരിയേ. ഗോപാലിന്റെ കൊത്തല. ഓ, ഗോപാലന്റെ കൊമ്പടോ. ഗോപാലിന്റെ കൊമ്പോ? ഗോപാലന്റെ കൊമ്പല്ല, കൊയല്. ഇനി തിരിയാതെ പോലെ കളിക്കല്ലേ കോയ. എടോ, എന്റെ പുരക്ക് ചാഞ്ഞ പിലാവിന്റെ കൊമ്പ് അതിന്റെ ഇല വീണിട്ടാങ്കൽ എന്റെ ഇന്റർലോക്കെല്ലാം പടക്കായി. അത് അടിച്ചു വാരിട്ടാങ്ക എന്റെ ഓളം നടുവൊടിഞ്ഞിനടോ. ഇപ്പൊ ഓളം വായിന്ന് കേട്ടിട്ട് ഞാനിങ്ങ് പോരുന്നേ. അത് നിങ്ങൾ ഗോപാലോട്ടുണ്ട് ചോദിച്ചിനാ? എന്തിന്നാ ചോദിക്കണ്ടേ? കൊമ്പ് കൊത്തേണ്ട കാര്യോ? എന്ത് ചോദിക്കാനാ? എനിക്ക് പുതിയ നിയമം പറഞ്ഞറിയില്ലേ? ഒരക്ക് ചാഞ്ഞ മരം മുറിക്കേ ആരുടെ അനുമതി വേണ്ടടോ. നല്ല കാര്യായി. നിയമം പറഞ്ഞിട്ട് അങ്ങ് ചെന്നാ പോയി. മൂപ്പര് തോക്കെടുക്കും. പണ്ട് കൊറേയാളെ വെടിവെച്ച വട്ടാളൊക്കെ. ബടി എടോ, ഓനേക്കാളും വലിയ വെടിക്കാരനാടോ ഈ ഞാൻ. ഈ അടിയും പിടിയും വെടിയും ഒരുപാട് കണ്ടതായി അന്ത്രു. അന്തരുക്ക, നിങ്ങളെ രണ്ടാളെയും പറമ്പിന്റെ അതിരി നിങ്ങളെ പൊരേനോട് ചേർന്നിട്ട് ജമണ്ടൻ ഒരു പിലാവ്. അത് പഠിച്ചോ
നിങ്ങൾക്ക് തന്നെന്ന് കൂട്ടിയാ പോരെ? മനോര ഇന്റെ തട്ടും തരികിടക്കും നമ്മളെ പറച്ചോനെ കൂട്ടുപിടിക്കല്ലേ. അതെല്ലാം നിങ്ങൾക്ക് ഈ പിലായുടെ ഗുണം എന്താണെന്നറിയാം? എന്ത് ഗുണം? പണ്ടുള്ള ആൾക്കാർ എന്തിനാ കണ്ടമാനിങ്ങനെ പില പിടിപ്പിച്ചിരി? കണ്ടമാനം ചക്ക പറിക്കേ. ഇവിടെ പണ്ട് പട്ടിണിയല്ലേനോ, അരിയും കിട്ടൂല. ഒരു നേരത്തെ കഞ്ഞി കുടിക്കാൻ വകയില്ലാത്തവര് 4 നേരം ചക്കപ്പൂയ്പം തിന്നിട്ടല്ലേ കുടല് നിറയ്ക്കുക. പണ്ട് കണ്ടത്തിലും പറമ്പിലും പുരകെട്ടിനും ചക്കപ്പൂയിക്കൊണ്ട് ഏറും കളിയല്ലടോ. അപ്പൊ ഇതെല്ലാം നിങ്ങൾക്ക് അറിയാല്ലേ? എല്ലാം പിന്നെ എല്ലായ്മയുടെ ഒരു കാലം ഒരു ചക്ക മുറിച്ച് കഷ്ണം കഷ്ണാക്കി ഇടവെട്ടെല്ലാം കൊണ്ടുപോയി കൊടുത്തൊരു കാലം. നല്ല വരിക്കയും പഴവും ഇതെല്ലാം ഒരു കാലം. മനോര ഇന്റെ തട്ടും തരികെടുക്കും നമ്മൾ പിടിക്കല്ലേ. നിങ്ങൾ പോയിരുന്നുണ്ടോ പണിക്ക്? അതെല്ലാം നിങ്ങളിപ്പോ രാവിലെ തന്നെ നല്ല ചൂടില്ല. നിങ്ങൾ നോക്കിയാട്ട് ഈ ജനുവരി മാസം തന്നെ എന്താ ചൂട് പ്രകൃതി. എന്താ ചൂട്. അതുകൊണ്ട് എനിക്ക് ഇന്ന് പണിക്ക് വരാൻ പറ്റൂല എന്ന് പറയാൻ വേണ്ടിട്ടല്ലേ ഇനി ഇങ്ങനെ വേർക്കുന്ന്. ഇന്റെ തരികടി ഒന്നും എന്റെ ഓടി നടക്കൂല മോനെ. ഇനി പോരുന്നുണ്ടാ? അതെല്ലാം നിങ്ങൾക്ക് ഈ പിലാവിന്റെ പ്രത്യേകത എന്താണെന്നറിയോ? എന്ത് പ്രത്യേകത? നിങ്ങൾ എന്റെ കുഞ്ഞു കുഞ്ഞു ഇലകളെ ശ്രദ്ധിച്ചിട്ടുണ്ടാ? അത് കാറ്റിനെ തഴുകി തഴുകി ശുദ്ധാക്കും, ചൂടിനെ അരിച്ചരിച്ച് തണുപ്പിക്കും. ആ ശുദ്ധമായി കിട്ടുന്നത് ആരിക്കാ? ഗോപാലട്ടനല്ല, പിന്നെ നിങ്ങൾക്കാണ്. എടാ മനോര, എന്റെ പൊരയിലെ ചൂട് കുറക്കാൻ വേണ്ടി എന്റെ മോൻ ഷുക്കൂർ എല്ലാ റൂമിലും AC ഫിറ്റാക്കി തന്നിട്ടുണ്ടോ. പിന്നെ എന്തിനാ ഈ പിലാവിന്റെ ഒരു തണുപ്പ്? ഇന്റെ തരികടിക്കൊന്ന് ഇങ്ങോട്ട് വന്നാട്ടെ. അതല്ല, ഞങ്ങൾക്ക് കുപ്പായി മാറ്റണ്ടേ? ഇഞ്ഞിട്ട് വേണം ഇനി അടുക്കളപ്പുറത്തേക്കോട്ട് പോയിട്ട് ഇന്നേം പരിധി അങ്ങ് വരിക. ഇനി വന്നാട്ടെ. അതെല്ലാം ഞാൻ ട്രൗസർ ഇട്ടിട്ടില്ല. അത് സാരമില്ലടാ, എന്റെ പൊരയിലുണ്ട് കുറെ ട്രൗസർ, അതിലൊന്നും നോക്കി ഇനി എടുത്തോ. ഇനി വന്നാട്ടെ. പോയി വാ, ഞാനും പോകാം. പരിപാടി അത് തീരുമാനമായി വരുന്നേ ഉള്ളൂ. കുറച്ച് നേരത്തെ പറയാനേടാ, ടിക്കറ്റ് ബുക്ക് ചെയ്യണ്ട. നീ ഒന്ന് വേഗം പറന്നു പാടാ മോനെ. എല്ലാ ഫണ്ടിന്റെ കാര്യം എന്തായി? എത്ര എടുക്കണ്ടേ? എത്രയായാലും എന്താ, എനിക്കത് വലിയ കാര്യല്ല. എല്ലാവരും ഉണ്ടാവൂലേ? നമ്മളെ മനോഹരനെ കിട്ടിയോ? നമ്പർ കിട്ടി, പക്ഷെ വിളിച്ചിട്ട് എടുക്കുന്നില്ലല്ലോ. എല്ലാം ആരാ വിളിച്ചേ? സുലോചന ടീച്ചറാ വിളിച്ചേ. സുലു വിളിച്ചാല് ഓ ഫോൺ എടുക്കാൻ നിൽക്കുക. എടാ മനോഹരനും സുലു കട്ട ചങ്സല്ലേനടാ. പോടാടുന്നു. ഓ കട്ട ചങ്ങായിമാരെന്നാ ഞാൻ ഉദ്ദേശിച്ചേ. ഇവിടെ വിളിച്ചിട്ട് കിട്ടുന്നില്ലെങ്കിൽ ഇങ്ങക്കൊരു മെസ്സേജ് ഇട്ടാ പോരെ. ഓന് വാട്സപ്പ് ഇല്ലാന്ന് തോന്നുമല്ലോ. ഓനിപ്പോഴും 1985 ഈ ചാറ്റിങ്ങും ചീറ്റിംഗ് ഒന്നും ഇല്ലാത്തോണ്ടില്ലേ ഓനെങ്കിലും കുറച്ച് സമാധാനം ഉണ്ടോ? ചാറ്റ് ചെയ്ത് തളർന്നവന്റെ ഒരു രോദനം കേട്ടടാ നിങ്ങള്. ഓൻ പറയുന്നത് ശരിയല്ലേ? മൊബൈൽ ഇല്ലാത്ത കാലം, ആകാശവാണിയിൽ പാട്ട് കേട്ടുന്ന കാലം, അതുപോലെ ദൂരദർശൻ സിനിമ കണ്ട കാലം.
ഇന്നത്തെ പോലെ ചാനലുകളുടെ ബഹളമില്ലാത്ത കാലം, നമ്മുടെ സ്കൂൾ കാലം. നൊസ്റ്റാൾജിയ. കയ്യെത്തും ദൂരെ ഒരു കുട്ടിക്കാലം, മഴവെള്ളം പോലെ ഒരു കുട്ടിക്കാലം. കയ്യെത്തും ദൂരെ ഒരു കുട്ടിക്കാലം, മഴവെള്ളം പോലെ ഒരു കുട്ടിക്കാലം. ആടിക്കാറ്റായോ പായും പ്രായം, ആടിക്കാറ്റായോ പായും പ്രായം. അമ്മക്കിളിയുടെ ചിറകിലൊതുങ്ങും പ്രായം. അരയാലിലയായി നാമം ചൊല്ലും പ്രായം. കയ്യെത്തും ദൂരെ ഒരു കുട്ടിക്കാലം, മഴവെള്ളം പോലെ ഒരു കുട്ടിക്കാലം. സുഖം വന്നിട്ടില്ല. അതൊക്കെ ഒരു കാലം. ജീവിതത്തില് ഒന്നിനെ കുറിച്ചു ഒരറിവുമില്ലാത്ത കാലത്ത് ജീവിച്ചതാണ് യഥാർത്ഥ സ്വർഗം. ശരിയാ സുഗത. എടാ, എനിക്കൊരു ഐഡിയ. നമ്മൾ അടുത്ത സംഗമത്തില് നമുക്കെല്ലാവർക്കും സ്കൂൾ കുട്ടികൾ പോലെ വന്നാലോ? എങ്ങനെ? നിങ്ങൾ ആണുങ്ങള് ട്രൗസറും ഷർട്ടും, നമ്മള് പെണ്ണുങ്ങള് പാവാടിയും ബ്ലൗസും, പൊളിക്കും. മുടിയൊക്കെ പിന്നി കെട്ടി പുസ്തകവും ചോറ്റുപാത്രവുമായി ഒരു ക്ലാസ് റൂം സെറ്റപ്പിൽ ഇരുന്നാലോ? അത് നല്ല ഐഡിയ. അങ്ങനെയാണെങ്കിൽ അതൊരു വാർത്തയാകും, വൈറലാകും, ട്രെൻഡ് സെറ്റ് ആകും. അയ്യേ, ഞാനില്ലേ ഈ പ്രായത്തില് പാവാടയും ബ്ലൗസും ഒക്കെ ഇട്ട് ബോറാവില്ലേ? എന്ത് പോരാടോ, ഇതൊക്കെ ഒരു ചേഞ്ച് അല്ലേ? കൊറോണ വന്ന സമയത്ത് മനുഷ്യന്മാരെല്ലാം യാന്ത്രികമായിട്ടല്ലേ ജീവിച്ചത്. അതിനിടയ്ക്ക് ഇതൊക്കെ എല്ലാ ബകാശ നമുക്ക് ആ പരിപാടി ക്ലാസ് പഠിച്ച് കുട്ടികളെ മാത്രം മതിയാ? പോരാ, പഠിപ്പിച്ച മാഷന്മാരും വേണ്ടേ? വേണോ? നമ്മളെ പഠിപ്പിച്ച മാഷന്മാർ തന്നെ വേണ്ടേ? പിന്നെ അത് വേണ്ടേ അല്ലേ? ഇത് നമ്മളെ പഠിപ്പിച്ച കൂട്ടത്തില് ഇപ്പാര ബാക്കിയുള്ളത് അന്നത്തെ HM ഭാസ്കരൻ മാഷ് നേരത്തെ പോയി, രാജൻ മാഷും പോയി, സൗമ്യ ടീച്ചർ കഴിഞ്ഞ കൊല്ലം മരിച്ചേ. പക്ഷേങ്കില് ദേവക ടീച്ചർ ഇപ്പൊ ഉണ്ട്. അല്ല, ടീച്ചർക്ക് നല്ല വയസ്സായി ഉണ്ടാവൂലേ? അതെ, നമുക്ക് തന്നെ ഇത്രയും പ്രായമായില്ലേ. ദേവക ടീച്ചർ ഇപ്പൊ ഒരു കോലായിട്ടുണ്ടാവും. എനിക്ക് വയസ്സായെന്ന് വിചാരിച്ച് നാട്ടിൽ എല്ലാവർക്കും വയസ്സാണ്. ടീച്ചർ നാട്ടിലിട്ടോ അല്ലെങ്കിൽ മക്കളെ കൂടെ അങ്ങ് വിദേശത്താണോ എന്ന് നമ്മളൊന്ന് അന്വേഷിക്കും. അതറിയണം. ടീച്ചറെ മക്കളല്ലോ അങ്ങ് വിദേശത്താ, ഇംഗ്ലീഷ് മീഡിയത്തെ പഠിച്ച് ഉഗ്രാൻ സെറ്റപ്പിലാ. ഓ, UK US മറ്റാണെങ്കിൽ നമ്മൾ പ്രയത്നിക്കുന്നതിലും പിന്നെ വെറുതെ ആയിപ്പോ. സത്യ, ടീച്ചർ എവിടെ ഉണ്ടോ എന്ന് നമുക്ക് അന്വേഷിച്ച് കണ്ടുപിടിക്കാം. അതുപോലെ ടീച്ചർ നാട്ടിലുണ്ടെങ്കിൽ പിന്നെ ആരോഗ്യവും അനാരോഗ്യവും അല്ലെങ്കിൽ അസുഖവും ഇല്ലെങ്കിൽ നമുക്ക് ടീച്ചറെ കൊണ്ടുവരാം. പിന്നെ ഒരു കാര്യം ഞാൻ പറയാം, നമ്മുടെ അടുത്ത സംഗമത്തിൽ ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ മനോഹരനുണ്ടാകും, അതോടൊപ്പം നമ്മുടെ പ്രിയപ്പെട്ട ദേവകി ടീച്ചറും ഉണ്ടാകും.
ഇന്ന് നല്ല ചൂടിലാണല്ലോ എന്റെ ബിന്ദു. ഓ നല്ല ചൂടിലാണെന്ന് കൂട്ടിക്കോ. ഞാൻ ആരാ ഞാൻ? നിനക്ക് അതാ അറിയണ്ടേന്ന്. എന്റെ ആരാന്നോന്നാ? എന്റെ ആരാന്നോന്നാ? നീ ആരാണെന്ന് നിനക്കറിയില്ലെങ്കിൽ നീ എന്നോട് ചോദിക്കും നീ ആരാണ്. അപ്പൊ ഞാൻ നിനക്ക് പറഞ്ഞു തരാം നീ ആരാണ്. ഓ ഇങ്ങനെ ചിരിച്ചോ? ഇങ്ങനെയാണെങ്കിലേ കുതിര വിടുന്ന് കൊണ്ടുപോയി ചാക്കേണ്ടി വരും. ബിന്ദു, നീ എന്റെ സുഖമൊരു ബിന്ദു. ബിന്ദു, നീ എന്റെ ദുഃഖമൊരു ബിന്ദു. ബിന്ദുവിൽ നിന്നും ബിന്ദുവിലേക്കൊരു പെണ്ണുലമാടുന്നു ജീവിതം, അതു ജീവിതം. ഓ നിങ്ങളെ കല്യാണം കഴിച്ചതിന് ശേഷം എന്റെ ജീവിതം ഒരു പെണ്ണുലം പോലെ ആടുകയല്ലേ? എന്തെന്നാ ബിന്ദു ഇങ്ങനെ രാവിലെ തന്നെ ബലൂൺ പോലെ വീർപ്പിച്ചിട്ട് എന്ത് പറ്റി? ഓ ഇതിലും വല്ല എന്ത് പറ്റിയനാ? ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത എന്താണെന്നറിയോ മനോഹരനെ? ഇന്ന് ചോദിച്ചോ? ചൊവ്വാഴ്ച. അല്ല ഇന്ന് അന്റെ പറഞ്ഞോളി അല്ല ഇന്ത്യോ? മാസത്തിൽ പിറന്നാളാ മനുഷ്യ. ബിന്ദു ഇനി പറയരുത് ഇങ്ങനെ സീരിയൽ പോലെ നീട്ടല്ല, പറഞ്ഞിട്ട് അന്ന് തീർത്താട്ടിയത്. ഓ കുറെ വർഷങ്ങൾക്ക് മുന്നേ നിങ്ങൾ എന്റെ കഴുത്തിലൊരു താലി കെട്ടിയ ദിവസം. ഓ നിങ്ങളുടെ കഴുത്തിലായ ദിവസം. അങ്ങനെ പറ, നീ എന്റെ തലയിലായ ദിവസം, നമ്മുടെ കല്യാണം കഴിഞ്ഞ ദിവസം. ഇന്ന് പകല് കത്തുന്ന വെയിലായിരുന്നു, നല്ല ചൂടും. ഉപ്പുകാരൻ പാലാട്ടം വെച്ച നല്ല ചൂടുള്ള സാമ്പാറിന്റെ മണം. പക്ഷെ രാത്രി നല്ല മഴയായിരുന്നു. എനിക്ക് ഓർമ്മയുണ്ട്. എനിക്ക് ഓർമ്മയുണ്ട് നീ വന്ന് കയറിയതും മഴ പെയ്തതും. മഴ മാത്രല്ല, കാറ്റും കോളും ഇടിയും മിന്നലും, കറണ്ടും പോയി, വെളിച്ചവും. തുടങ്ങിയതല്ലേ എന്തേ? ഈ കാറ്റും കോളും. എത്ര പെട്ടെന്നാ 10-22 വർഷങ്ങൾ കഴിഞ്ഞു പോയത്. അതിനിടയിൽ നമുക്കൊരു കുഞ്ഞുണ്ടായില്ല മനോട്ടാ. കുഞ്ഞുടുപ്പിട്ട് ഓടി നടന്ന നമ്മുടെ അമ്മൂമ്മോള് ഇപ്പൊ വലിയൊരു കുട്ടിയായിരിക്കുന്നു. അതൊക്കെ ഇന്നലെ കഴിഞ്ഞതുപോലെ എനിക്ക് ഓർക്കുമ്പോ കേട്ടോ. അതെ ബിന്ദു. അല്ല ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത ഞാൻ മറന്നു കരുതിയോ? അപ്പോ ഇനി മനോഹരായിട്ടൊരു ചായ തരുമല്ലോ. ആരോ പണിക്ക് വിളിക്കുന്ന. ഹലോ, ആരാ? ആ ഞാനാ മനോഹരെ. കാലത്ത് സ്കൂളിലോ? 7ാം ക്ലാസ്സോ? ടീച്ചർ സുലോചന? സുലു? എന്റെ സുലു എത്ര കാലായി. അന്ന് 7ാം ക്ലാസ്സിൽ നിന്ന് കണ്ടു പിരിഞ്ഞതല്ലേ നമ്മള്. എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല കേട്ടാ. എന്നാലും ഞാൻ ഓർമ്മിക്കുന്നുണ്ടല്ലോ. ഓ
ശരിക്കും വിശ്വസിക്കാൻ പറ്റുന്നില്ല കേട്ടാ. പിന്നെന്തുണ്ട് എന്റെ ഫാമിലിയിൽ എന്തുണ്ട്? ഭർത്താവ് ഗൾഫിലോ? ആ ഞാനിവിടെ തന്നെ ഉണ്ട്, ഞാൻ വീട്ടിൽ തന്നെ ഉണ്ട്. ആ സുലു ഞാൻ വിളിക്കാനേ, ചെറിയൊരു പ്രശ്നം, ഞാൻ വിളിക്കും, ഉറപ്പായിട്ടും വിളിക്കും. ആ റെഡി. ആ സുലു അല്ല സോറി ബിന്ദു, അന്നപ്പുറം 7ാം ക്ലാസ്സിൽ പഠിച്ച ഇവളില്ലേ സുലു, ഓള് വിളിച്ചാ? മനോഹരൻ. മനോഹരന്റെ വീടല്ലേ? അതെ മനോഹരന്റെ വീടാ. നിങ്ങളാണോ ഈ മനോഹരൻ? അതെ ഞാനാ മനോഹരൻ. ഞങ്ങൾ സ്റ്റേറ്റ് ബാങ്കിൽ നിന്നും വരുന്നതാ. നിങ്ങൾ ഞങ്ങളുടെ ബാങ്കിൽ നിന്ന് ഒരു ലോൺ എടുത്തായിരുന്നു, ഭൂമി പണയം വെച്ച്. സർ എടുത്തിരുന്നു. ആ ലോൺ അടച്ചു തീർത്തോ? കുറച്ചുകൂടി ബാക്കിയുണ്ട് സാർ. കുറച്ചെന്ന് പറഞ്ഞ എത്ര ഉണ്ടെന്ന് വല്ല കണക്കുണ്ടോ? 10 ലക്ഷത്തിന് മേലുണ്ട് സാർ. ബാങ്ക് നിങ്ങൾക്ക് ലോൺ തന്നത് നിങ്ങളത് കൃത്യമായി അടക്കുന്നുള്ള വിശ്വാസം കൊണ്ടാ. പക്ഷേ നിങ്ങളത് പാലിച്ചില്ല. സാറേ ഈ കുറേയായിട്ട് തീരെ പണിയില്ല. കൊറോണയ്ക്ക് ശേഷം അവസ്ഥ വളരെ മോശം. സർ മനുവേട്ടന്റെ അമ്മക്ക് സുഖമില്ലായിരുന്നു. അതിനിടയിൽ മോളെ പഠിപ്പൊക്കെ വന്നപ്പോ നമുക്ക് ലോൺ അടയ്ക്കാൻ കുറച്ച് ബുദ്ധിമുട്ടിപ്പോയി സാറേ. അമ്മയ്ക്ക് എന്തായിരുന്നു? ക്യാൻസർ വന്ന് കുറേ കാലം കിടപ്പിലായിരുന്നു. ചികിത്സക്കായി കുറേ അധികം പണം ചെലവഴിച്ചു. പ്രായമായവർക്ക് അസുഖം വരുന്നത് ഒരു കുറ്റമല്ലല്ലോ. പക്ഷേ അമ്മയെ മാത്രം തിരിച്ചു കിട്ടിയില്ല. നിങ്ങളുടെ പ്രയാസങ്ങളൊക്കെ ഞങ്ങൾക്ക് മനസ്സിലാവും. പക്ഷേ ഇതൊക്കെ എല്ലാവർക്കും ഉള്ള പ്രശ്നങ്ങളല്ലേ? ഈ വീട്ടിൽ നിങ്ങൾ രണ്ടുപേരും മാത്രമേ ഉള്ളൂ സർ. ഇപ്പൊ ഞാനും മനുവേട്ടന് മാത്രമേ ഉള്ളൂ. നമുക്കൊരു മോളുണ്ട്, അവളങ്ങ് കോതമംഗലം പഠിക്കാം. എന്തിന്? ബിടെക് ഫൈനൽ ഇയറിന്. അടവുമുടങ്ങിയ കാര്യം അറിയിച്ചുകൊണ്ട് നിങ്ങൾക്ക് എത്ര തവണ നോട്ടീസ് അയച്ചു? നിങ്ങളത് ശ്രദ്ധിച്ചില്ല സർ. കുറച്ച് മാസം കൂടി കിട്ടിയിരുന്നു. എത്ര ദിവസം, എത്ര മാസം എന്ന് പറ. ഇപ്പോൾ തന്നെ മുതലും പലിശയൊക്കെ ചേർത്ത് 12 ലക്ഷം രൂപയായിട്ടുണ്ട്. എത്രയും പെട്ടെന്ന് ലോൺ അടച്ചിരുന്ന ശ്രമിക്കുക. അവസാനമായിട്ടൊരു കാര്യം, ബാങ്കിന് കിട്ടാനുള്ള കാശ് എങ്ങനെയും വസൂലാക്കിയാൽ മതിയാവും. നിങ്ങളത് അടക്കുന്നില്ലെങ്കിൽ ഞങ്ങൾക്ക് മറ്റു കാര്യങ്ങളിലേക്ക് അടക്കേണ്ടി വരും. എന്താ പെങ്ങളെ ഒന്നും അറിയാത്ത പോലെ ലോണിനായി പണയം വെച്ച് വീടും പറമ്പും ഞങ്ങൾക്ക് ജപ്തി ചെയ്യേണ്ടി വരും. അല്ല കുഞ്ഞുമോനെ, എന്നാ ഇനിയൊരു വിവരം പറയണ്ടേ? ഇതാരറിഞ്ഞിനി കുഴപ്പമൊക്കെ? ഇന്ന വിളിച്ചു കഴിഞ്ഞാൽ ഇനി ഫോണും എടുക്കൂലോ. എന്തിനാടോ ഒരു ഫോണ്? ഒരു വിവരം അങ്ങോട്ടും ഇങ്ങോട്ടും അറിയാൻ വേണ്ടിട്ടല്ലേ. അത് പിന്നെ അല്ല, ഇഞ്ഞിതിന്റെ ഓളിപ്പേടി ഉള്ളേ. 2 ആഴ്ച ആസ്പത്രിയിലേനും 2-3 ആഴ്ചയെങ്കിലും റെസ്റ്റ് വേണമെന്നാ ഡോക്ടർമാർ പറഞ്ഞിട്ടുള്ളത്. ഇപ്പോൾ ഓളെ പൊറിക്കാനുള്ളത്. പിന്നെ കാര്യാതെ കൊയ്യല്ലേ മോനെ? ഞാൻ ഒരുത്തന്റെ കാര്യല്ലേ, അത് കുഴപ്പമില്ലാന്ന് ദുർഗ. അല്ല, ഇനി തിന്റെ മോള് പെണ്ണിന് വന്നാ? വിവരം അറിഞ്ഞ പാടിനെ പാഞ്ഞും വന്നിന്.
ആകെ ബേജാറായി പോയിട്ടുണ്ടാവും. പക്കെങ്കില് ഞാനവിടെ ഉന്തി പറഞ്ഞേക്കേ അടുത്ത മാസം ഓളെ പരീക്ഷയല്ലേ? അത് നന്നായിന്. മക്കളെ പഠിപ്പ് കൊടുക്കാൻ പാടില്ല, അതടക്കട്ടെ. ഇന്റെ അടുത്ത പരിപാടി എന്നാ? പണിക്കെല്ലാം പോണ്ടേ? പണിക്കൊന്നും പോകാൻ ഒരു രസവും തോന്നില്ല. നീ എന്തിന്നാടോ പറയുന്നത്? രസത്തിനാ പണിക്ക് പോന്നേ? പണിക്ക് പോയിട്ടെന്താ, ബാങ്കിലെ പലിശ അടയ്ക്കാനും മരുന്ന് വാങ്ങാനും കൂടി തികയുന്നുണ്ടാ? എന്തൊരു ജന്മാതൃക്കാറ്റ്. സാരമില്ലടോ, എല്ലാ മനുഷ്യന്മാരെയും ജീവിതം ഇപ്പൊ ഇങ്ങനെ തന്നെയാ. നീ ബാജങ്ങായി അല്ലറ ചില്ലറ പണിയൊക്കെ എന്റെ പുരയിലുണ്ട്. നീ ബാ. ഇത് കയ്യല്ല ദുർഗ, ആസ്പത്രിയിൽ ഉറക്കമാക്കിയിട്ട്. അല്ല, പിന്നെ ബാങ്കിലെ കാര്യമെല്ലാം എന്തായി? എന്താ കുറച്ചും കൂടി അവധി നീട്ടി ചോദിച്ചിട്ടുണ്ട്. അവധി നീട്ടി കിട്ടിയിട്ട് ഇപ്പൊ എന്താ വിശേഷം? തൽക്കാലം നീ ഇതാടെ പിടിക്ക്. എനിക്ക് ആശുപത്രിയിലല്ലോ ഒരുപാട് ചെലവായതല്ലേ. അത് വേണ്ട ദുർഗ, അത് ശരിയാവില്ല. എന്ത് ശരിയാവില്ലെന്ന്? ഇടോ, അപ്പുറത്തെ പുരയിൽ ഒരാൾ ഇങ്ങനെ സങ്കടപ്പെട്ടിരിക്കുമ്പോ നമ്മളെ നെഞ്ചത്ത് വരുന്ന ഒരു നീറ്റലില്ലേ, ഒരു നൊമ്പരോ, അതിന്റെ പേരാടോ മനുഷ്യത്വോ. മാനോ അഭിമാനോ നോക്കാണ്ട് ഇങ്ങനെ വാങ്ങുകയും കൊടുക്കുകയും ചെയ്തിട്ടല്ലേ നമ്മളാ ഇത്രയും കാലം ജീവിച്ചേ. എടോ, സന്തോഷത്തിനും സങ്കടത്തിനും ജാതിയും മതമൊന്നും ഇല്ലടോ. എല്ലാം ശരിയാകുമെന്ന് എനിക്കറിയില്ല, പക്ഷേ നമ്മൾ വിചാരിച്ച കുറച്ചെല്ലാം ശരിയാവൂടോ. കുറച്ചും കൂടി അവധി തരണമെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലേ? എടാ മനുട്ടി, നിനക്കെന്നെ മനസ്സിലായില്ലേ? കാരാർത്ത് UP സ്കൂളിൽ 7ാം ക്ലാസ് ബിയിൽ പഠിച്ച പ്രകാശൻ. പ്രകാശ ചാകെ ആള് മാറിപ്പോയല്ല. ഇതിന്റെ ഭാര്യ എനിക്കെന്നെ മനസ്സിലായിട്ടില്ല. നല്ലോണൊന്ന് നോക്കിയാട്ടെ. നമ്മുടെ സുനിയല്ലേ ഇത്? ഭയങ്കര മാറ്റം കേട്ടാ. എന്താ മനോട്ടിക്ക് സംശയമുണ്ടോ? ഇല്ല, സംശയം മാറി കിട്ടി. ഏറെ പണിപ്പെട്ട ആളുകളും നിന്നെ ഒന്ന് കണ്ടു കിട്ടിയല്ലോ, അത് മതി. നിന്റെ വീട് കണ്ടുപിടിക്കാൻ പെട്ട പാട്. അല്ല, നീ ഇങ്ങോട്ടേക്ക് മാറിയിട്ട് കൊറേയായ? നമ്മളെ തോട്ടുമലത്തെ വീട് അതിപ്പോ ഉണ്ടാ? അതൊക്കെ എപ്പോഴേ പോയി. അച്ഛൻ മരിച്ചതിന് ശേഷം ഞങ്ങൾ ഇങ്ങോട്ടേക്ക് പോകുന്നില്ലേ? അല്ല, അതൊക്കെ ഇപ്പോഴും എനിക്ക് ഓർമ്മയുണ്ട്. പിന്നെ പണ്ട് തോട്ടുപരമ്പിലൂടെ സ്കൂളിൽ പോയതും SPCയുടെ കണ്ടത്തിലെ കളി, ഓ എന്ത് രസായിരുന്നു. എന്ത് നല്ല ഓർമ്മകളുടെ കാലം അത്. കുട്ടിക്കാലം ചിലർക്ക് മധുരമുള്ള ഓർമ്മകളായി മനസ്സിലുണ്ടാവും, മറ്റു ചിലർക്ക് നീറുന്ന മുറിവായും. ഇവൻ ഒരു മാറ്റവും ഇല്ല. അതൊക്കെ പോട്ടെ, എത്ര കാലം കൂടി കാണുന്നതാ? ആദ്യമായിട്ട് വരുന്നല്ലേ? ഞാനൊരു ചായ ഉണ്ടാക്കി തരാം. മനോര, ഞങ്ങൾ നിന്നെ ജസ്റ്റ് ഒന്ന് കാണാൻ വേണ്ടി വന്നതാ. ഫോണ് വിളിച്ചിട്ട് വന്നാ നീ മുങ്ങിക്കളയുന്നല്ലോണ്ടാ നേരെ പ്രകാശിനെയും കൂട്ടി ഇങ്ങ് പോന്നത്. നമ്മളെ കൂടെ പഠിച്ച ഒരുവിധ ആൾക്കാരൊക്കെ നമ്മളെ കൂട്ടായ്മ ചേർത്ത് നീ മാത്രം ഇങ്ങനെ മുങ്ങി നടക്കുന്നത്. മുങ്ങുന്നതൊന്നും ഇല്ലടോ, ഓരോരോ ജീവിത പ്രാരബ്ധങ്ങള്. അതിനിടയിൽ ഇങ്ങനെ നമുക്കൊന്നും പ്രാരാബ്ദമില്ലെന്ന ഇവന്റെ വിചാരം. മനോര,
നീ ഒന്നും പറയണ്ട. നിന്റെ കാര്യങ്ങളൊക്കെ ഇപ്പൊ ഞങ്ങൾക്ക് അറിയാം. നിങ്ങളൊക്കെ പഠിച്ച് വലിയ നിലയിലായില്ലേ? ഈ ഞാനോ വെറും ഒരു കൂലിപ്പണിക്കാരൻ. എടാ മനുട്ടി, കൂലിപ്പണിക്ക് എന്താണോ മോശമോ? ഓരോ തൊഴിലിനും അതിൻ്റെതായ ഒരു അന്തസ്സില്ലേ? മനോര, ഇത് നമ്മൾ പഴയ കളിക്കൂട്ടുകാരുടെ കൂട്ടായ്മയാ. പഴയ സ്കൂൾ കാലവും ഓർമ്മകളൊക്കെ പുതുക്കാനുള്ള അവസരം. അതിൽ ഈ പാവപ്പെട്ടവന് ഉദ്യോഗസ്ഥന് പണക്കാരനൊന്നും ഇല്ലടോ. ആദ്യം നിന്റെ ഈ കോംപ്ലക്സ് മാറ്റിവെക്കും. പിന്നെ നമുക്കൊക്കെ എത്ര പ്രായമായാലും നമ്മുടെ ഒക്കെ ഉള്ളിലൊരു കുട്ടിയുണ്ട്. ഈ തിരക്കിനിടയിലും ആ കുട്ടിക്കാലത്തേക്ക് മടങ്ങിപ്പോവാൻ നീ എന്തായാലും ഞങ്ങളുടെ കൂടെ ഉണ്ടാവണം. ഈ പ്രാവശ്യ സംഗമത്തിൽ നീ പങ്കെടുത്തില്ലെങ്കിൽ ഞങ്ങൾ എല്ലാവരും കൂടി ഇങ്ങോട്ട് വരും. കേട്ടോ മനുട്ടി? മനോര, നീ എനിക്കൊരു ഉറപ്പ് നൽകണം. അന്നത്തെ ദിവസം നീ എന്തായാലും ഞങ്ങളുടെ കൂടെ ഉണ്ടാവുന്നത്. പ്രോമിസ്? അടിക്കടാ, പ്രോമിസ്. മനോഹരൻ അണ്ടർ കസ്റ്റഡി. എങ്ങനെ പിടിച്ചു? സുലോചന ടീച്ചർ തേടി പിടിച്ചു. സൂപ്പർ. ഇനി പരിപാടി ഉഷാറാകും. ഓൻ വരൂലേ? വന്നിട്ടില്ലേ? തട്ടിക്കളിയൊന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോ നമ്മുടെ ദേവ ടീച്ചർ കാര്യോ? അന്വേഷിക്കുന്നുണ്ട്. ആര്? സുഖുവ? എല്ലാവരും നിനക്കും ആവാം. ടീച്ചർ മക്കള് രണ്ടാളും പുറത്താ. പക്ഷെ അവരുടെ കൂടെ ടീച്ചർ ഇല്ല. നാട്ടിലെ തറവാട്ടിലും ഇല്ല. പിന്നെ എവിടെയാ? അന്വേഷിക്കുന്നുണ്ട്. അന്വേഷിപ്പിൻ, കണ്ടെത്തും. ഹലോ, ഇനി എത്തിയോ? എവിടെ എത്തി? അല്ല, അനക്കിപ്പം വരാൻ കഴിയില്ല. ഇനി ഒരു കാര്യം ചെയ്യും, ഞാൻ അടുത്തൊരു ഓട്ടോറിക്ഷ പിടിച്ചിട്ട് ഇങ്ങോട്ട് പോരി.
ഇല്ല ഇല്ല എനിക്ക് പറ്റൂല. ആ പിന്നെ ബിന്ദു എനിക്കൊരു കാര്യം പറയാനുണ്ട്. ബിന്ദു ഹലോ ഹലോ പിന്നെയും കട്ടാക്കിയല്ലോ. എന്തിനാ ബിന്ദു ഇതല്ല അങ്ങനെ കെട്ടി കൊണ്ടുവരുന്നേ? എല്ലാം മനുവേട്ടാ, അമ്മ സ്നേഹത്തോടെ ഓരോന്ന് തരുന്ന നോക്കിയിട്ട് നിങ്ങള് ഇതെല്ലാം അമ്മ തന്നതാ. ആടെ വെച്ചിട്ട് പോരാൻ പറ്റുവാ? ഏതായാലും 2 ആഴ്ച വീട്ടിൽ വെക്കുമ്പോഴത്തേക്ക് നീ നല്ല ഉഷാറായിട്ടുണ്ട്. അമ്മ നല്ലോണം നോക്കുന്നുണ്ടെന്ന് തോന്നല്ലോ. ആ സ്നേഹമുള്ള അമ്മമാരിലുണ്ടായത് അങ്ങനെയാ. എല്ലാം ഞാൻ പോയി വരുന്നപ്പോ എന്റെ മനുവേട്ടനൊന്ന് ഉഷാറായിട്ടുണ്ടല്ലോ. ഉഷാറായിട്ടുണ്ടാ? ആ ആടുങ്ങൾക്ക് ആദ്യം വേണ്ട മനസ്സമാധാന. ഇനി ഏതായാലും 2 ആഴ്ച ഇല്ലാത്തന്റെ അത് കാണാനുണ്ട് ഞാനിവിടെ ഇല്ലാത്ത പുള്ളി നോക്കിയാട്ടെ. എല്ലാം മനുവേട്ടാ, ഇതൊന്ന് അടിച്ചു മാറിയിട്ട് വിട്ടൂടെ? നിങ്ങൾക്ക് എന്താക്കി വെച്ചിനാ? പുതിയ മുണ്ടെല്ലാം വാങ്ങിയിടല്ലേ? മുണ്ട് വാങ്ങിയതല്ല. എന്നോടൊന്ന് പറഞ്ഞിട്ടില്ലല്ലോ നേരത്തെ ഫോൺ വിളിച്ചു തരുന്നു. അതെ എനിക്കൊരു കാര്യം ഒരു ചായ വെച്ച് തന്നായിരിക്കും അല്ലേ? ബിന്ദു എനിക്കിപ്പോ ചായ വേണ്ട. അതെന്താ ചായ വേണ്ട ഇപ്പോഴേ? അല്ലേ കാണുമ്പോ ബിന്ദു ഒരു ചായ, ബിന്ദു ചായ എന്ന് പറയുകയാണല്ലോ. അതല്ല ബിന്ദു, ഇനി ഇപ്പൊ അടുക്കളയിലേക്ക് പോകണ്ട. അതന്നെ. ആ എനിക്ക് മനസ്സിലായി. ഞാനിവിടെ എല്ലാ ദിവസവും 2 ആഴ്ച മനുവാട്ടൻ അടുക്കള വന്നിട്ട് മൊത്തം മാറി വെച്ചിട്ടുണ്ടാവും അല്ലേ? അതൊന്നല്ല, ഇനി ഇപ്പൊ അടുക്കളയിലേക്ക് പോകണ്ട. പോണ്ട അത്ര തന്നെ. ഇന്നോട് അടുക്കളയിൽ പോണ്ടെന്നല്ലേ പറഞ്ഞിട്ടുള്ളൂ. നീ ഇപ്പൊ പോണ്ട. പോണ്ടെന്ന് പറഞ്ഞു നിന്നോട്. പോണ്ട അത്ര തന്നെ. ബിന്ദു പറഞ്ഞാലുണ്ട്. പറയട്ടെ. ബിന്ദു ഇഞ്ഞൊന്ന് അടങ്ങി. നിങ്ങൾ എത്ര വൃത്തിയായിട്ട് മനുഷ്യനായിരുന്നു ഞാൻ അറിയില്ലായിരുന്നു. ആ ഫോണ് വന്നാലേ എനിക്ക് സംശയം ഉണ്ടായിരുന്നു. ഏതാണോ നിങ്ങളെ നടിച്ചല്ല, നിങ്ങൾ മാത്രം നടിച്ചുകൊണ്ട് നടന്നിട്ട് നിങ്ങൾ നടിച്ചല്ലേ. ബിന്ദു എത്ര നേരമായി ഞാൻ പറയുന്നത് എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഇന്നലെ ഫോൺ വിളിച്ച്, ഇന്നും ഫോൺ വിളിച്ച്. ഇനി എനിക്കൊരു സ്വൈര്യം തന്ന അകത്ത് കിടക്കുന്നത് ഒരു സ്ത്രീയാ. പക്ഷെ നീ വിചാരിക്കുന്നത് പോലത്തെ ഒരാളല്ല. എന്റെ ബിന്ദു ഇങ്ങനെ പറയുന്ന കേക്കുവാ. എല്ലാരും കേൾക്കട്ടെ. ഇന്നല എനിക്ക് പള്ളിമുക്കലെ കന്യാസ്ത്രീകൾ നടത്തുന്ന അഗതി മന്ദിരത്തിലായിരുന്നു പണി. അവിടെ പ്രായമായ ഒരുപാട് അമ്മമാരും അനാഥരായവരും ആ സ്നേഹത്താണല്ല. അതവിടെ ഒരമ്മയുടെ പിറന്നാൾ ആഘോഷം നടക്കുകയായിരുന്നു. From
എന്തേലും ഇതാ കേക്ക്. ഇതെന്താ വിശേഷം? ഇന്ന് ടീച്ചറുടെ പിറന്നാളായിരുന്നു. ഹായ്മയുടെ എത്രാമത്തെ പിറന്നാളാ? 84. അല്ലേ ടീച്ചറെ? നിങ്ങൾ ടീച്ചറായിരുന്നു? അതെ, ടീച്ചറെ മക്കളൊക്കെ അങ്ങ് വിദേശത്താണ്. പിന്നെ അവരുടെയൊക്കെ സൗകര്യത്തിന് ടീച്ചറെ ഞങ്ങളെ ഏൽപ്പിച്ചു പോയതാണ്. ഇവിടെ എല്ലാരെയും കൂട്ടത്തിലാവുമ്പോ ടീച്ചർക്ക് ഇത്തിരി സന്തോഷാവുമല്ലോ. അല്ലേ ടീച്ചറെ? ദാ വരുന്നു മനോഹര, ഇപ്പൊ വരാവേ. ടീച്ചറ് ഏത് സ്കൂളിലാണ് പഠിപ്പിച്ചേ? നെടുമ്പ്രം ആരാറത്ത്. കാരാർത്തോ? അപ്പൊ ഇത് ദേവക ടീച്ചറ്? ടീച്ചറെ, ദേവക ടീച്ചറെ! ഏതാ മോനെ? ഞാനാ മനോഹരെ. ഏത് മനോഹരൻ? മനസ്സിലാകുന്നില്ലല്ലോ കുട്ടി. ടീച്ചർക്ക് എന്നെ മനസ്സിലാവുന്നില്ല? അല്ല ശരിക്കും നോക്കിയാട്ടെ. മനോഹരൻ കേപ്പി, മനൂട്ടി. മനു, പാട്ട് പാടുന്ന മനൂട്ടി, മടിയ മനൂട്ടി. അപ്പൊ ടീച്ചർക്ക് എന്നെ ഓർമ്മയുണ്ടല്ലേ? ടീച്ചർ എനിക്ക് എത്ര ചോറ് വാരി തന്നതാ, എത്ര കുപ്പായങ്ങൾ വാങ്ങി തന്നതാ. അയ്യോ, അതൊന്നും ഞാൻ ഓർക്കുന്നില്ല കുട്ടി. എത്ര കുട്ടികളെ പഠിപ്പിച്ചതാ. നിന്നെ പോലുള്ള ചില കുട്ടികളെ മറക്കാനും പറ്റില്ല. ടീച്ചർക്ക് 2 മക്കളല്ലേനോ? ഒരാണും ഒരു പെണ്ണും. അവരൊക്കെ ഇപ്പൊ എവിടെ? അവരൊക്കെ വലിയ നിലയിലാ. പറന്നു പോവല്ലേ മക്കള്. വലിയ ആകാശത്ത് പറക്കണത് കണ്ട് അമ്മ പക്ഷികൾ ഇങ്ങനെ ഏതെങ്കിലും തണൽ മരച്ചോട്ടിലിരുന്ന് സന്തോഷിക്കാം. അത്ര തന്നെ. സങ്കടമുണ്ടോ? എന്തിന് സങ്കടപ്പെട്ടിരിക്കാൻ? ഇനി അധിക കാലമൊന്നുമില്ലല്ലോ കുട്ടി. ടീച്ചർ പഠിപ്പിച്ച പാഠങ്ങള്, നല്ല ശീലങ്ങള്, നല്ല ചിന്തകള്, എന്നിട്ടും ഇതുപോലൊരു തൊട്ട് ടീച്ചറെ കാണുമ്പോ നെഞ്ചിനെടുക്കാനും പോലെ. ടീച്ചറെ, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ? ടീച്ചറ് എന്റെ കൂടെ പോരുന്നോ? എന്റെ വീട്ടില് എന്റെ അമ്മയായി. മോനെ,
നിനക്കറിയോ, എന്നെ പോലുള്ള ഒരുപാട് കുട്ടികളുടെ അമ്മയുടെ പേരാ ദേവകി ടീച്ചർ. ആ അമ്മയെ അവിടെ ആഗതി മന്ദിരത്തിലിട്ട് ഉപേക്ഷിച്ചു വരാൻ എനിക്ക് മനസ്സ് വന്നില്ല. എനിക്ക് മനസ്സ് വന്നില്ല. പ്രിയപ്പെട്ടവരെ, കാരാറത്ത് സ്കൂളിന്റെ 1985 ബാച്ച് 7ാം ക്ലാസ്സിലെ പൂർവ്വ വിദ്യാർത്ഥികളുടെ കൂട്ടായ്മയായ ഓർമ്മച്ചപ്പിന്റെ സ്നേഹസംഗമം ഈ വരുന്ന ഞായറാഴ്ച നടക്കുകയാണ്. പൂർവ്വ വിദ്യാർത്ഥികളും അധ്യാപകരും ജനപ്രതിനിധികളും സംബന്ധിക്കുന്ന പരിപാടിയിൽ വെച്ച് പൂർവ്വ വിദ്യാർത്ഥികളുടെ കൂട്ടായ്മ നിർമ്മിച്ച സ്നേഹവീടിന്റെ താക്കോൽ ദാനം ബഹുമാനപ്പെട്ട MLA നിർവഹിക്കുന്നു. പ്രസ്തുത ചടങ്ങിലേക്ക് ഏവരെയും ക്ഷണിക്കുന്നു, സ്വാഗതം ചെയ്യുന്നു. പ്രിയപ്പെട്ടവരെ, കാരാറത്ത് സ്കൂളിന്റെ 1985 ബാച്ച് 7ാം ക്ലാസ്സിന്റെ പൂർവ്വ വിദ്യാർത്ഥികളുടെ കൂട്ടായ്മയായ ഓർമ്മച്ചപ്പിന്റെ സ്നേഹസംഗമം ഈ വരുന്ന ഞായറാഴ്ച നടക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, കാരാറത്ത് സ്കൂളിന്റെ 1985 ബാച്ച് 7ാം ക്ലാസ്സിലെ പൂർവ്വ വിദ്യാർത്ഥികളുടെ കൂട്ടായ്മയായ ഓർമ്മച്ചപ്പിന്റെ സ്നേഹസംഗമം ഈ വരുന്ന ഞായറാഴ്ച നടക്കുകയാണ്. പൂർവ്വ വിദ്യാർത്ഥികളും അധ്യാപകരും ജനപ്രതിനിധികളും സംബന്ധിക്കുന്ന പരിപാടിയിൽ വെച്ച് പൂർവ്വ വിദ്യാർത്ഥികളുടെ കൂട്ടായ്മ നിർമ്മിച്ച സ്നേഹവീടിന്റെ താക്കോൽ ദാനം ബഹുമാനപ്പെട്ട MLA നിർവഹിക്കുന്നു. പ്രസ്തുത ചടങ്ങിലേക്ക് ഏവരെയും ക്ഷണിക്കുന്നു, സ്വാഗതം ചെയ്യുന്നു. പ്രിയപ്പെട്ടവരെ, കാരാറത്ത് സ്കൂളിന്റെ 1985 ബാച്ച് 7ാം ക്ലാസ്സിന്റെ പൂർവ്വ വിദ്യാർത്ഥികളുടെ കൂട്ടായ്മയായ ഓർമ്മച്ചപ്പിന്റെ സ്നേഹസംഗമം ഈ പടക്കോ MLA വന്നതിന് ശേഷം പൊട്ടിക്കണോ അതോ MLA പ്രസംഗം കഴിഞ്ഞ് പൊട്ടിക്കണോ? MLA വന്ന് ഇറങ്ങുമ്പോ തന്നെ പൊട്ടിക്ക്. MLA ഞെട്ടട്ടെ നമ്മളെ സെറ്റപ്പ്. ഹലോ ഹലോ എടാ പ്രകാശ പ്രകാശ ആ ചെണ്ടക്കാരോട് നല്ല ഒച്ചത്ത് കൊട്ടു പറ കേട്ടാ. ഹലോ ഹലോ സത്യ പോയാ പിന്നെ ഇന്നേടിയാ പോന്ന് നമ്മുടെ പായസത്തിന്റെ കാര്യം എന്തായി? ഓക്കെ ഓക്കെ ഇന്നില്ല MLA വരുമ്പോ നീയും സുലുവും മുന്നിൽ തന്നെ ഉണ്ടാവും. ശരി 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 ശരി.
ഹലോ എത്തി ഞാൻ എല്ലാം നിങ്ങളെല്ലാം ഞാൻ നോക്കി വെക്കുന്ന കാര്യം കസരം എടുത്തു വെക്കും. ഞാൻ എമ്മനെ കുറിച്ച് ഉപ്പിലച്ചപ്പിലെ റവ എന്ന ഓർമ്മച്ചപ്പിന്റെ കുടുംബസംഗമം ഇതാ ഈ വേദിയിൽ ആരംഭിക്കുകയാണ്. ഇതാ നമ്മുടെ പ്രിയങ്കരനായ MLA എത്തിക്കഴിഞ്ഞിരിക്കുന്നു. അപ്പോ നമ്മളെ ബഹുമാനപ്പെട്ട MLA എത്തി. അപ്പം സമയം ലേറ്റ് ആക്കണ്ട, നമ്മളെല്ലാവരും എത്തി വിചാരിക്കും. സത്യ തുടങ്ങിക്കൂടെ? സ്നേഹമുള്ളവരെ, നെടുമ്പ്രം കാരാർത്തി UP സ്കൂൾ 1985 7ാം ക്ലാസ് ബാച്ചിൻ്റെ പൂർവ്വ വിദ്യാർത്ഥി കൂട്ടായ്മയായ ഉപ്പിലെ ചപ്പിലെ റവ എന്ന ഓർമ്മച്ചപ്പിലെ 3ാമത് സംഗമത്തിൽ നിങ്ങളേവരെയും സ്വാഗതം ചെയ്യുന്നു. അതേപോലെ തന്നെ കഴിഞ്ഞ രണ്ട് പരിപാടികളിൽ നിന്നും വ്യത്യസ്തമായിട്ടാണ് നമ്മൾ ഇന്ന് ഈ പരിപാടി ആസൂത്രണം ചെയ്തിട്ടുള്ളത്. അതേപോലെ തന്നെ ഈ പരിപാടി ഗംഭീര വിജയമാക്കാൻ വേണ്ടി നമ്മൾ ഓരോരുത്തരും മാസങ്ങളോളം ഉത്സാഹത്തോടെ പ്രയത്നിക്കുകയുണ്ടായി. പാട്ടും ഡാൻസും മറ്റ് പരിപാടികളുമായി ഈ ദിവസം മുഴുവൻ നീണ്ടു നിൽക്കുന്ന ഇന്നത്തെ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യാനെത്തിയത് നമ്മുടെ ബഹുമാനപ്പെട്ട MLA ആണ്. അദ്ദേഹത്തെ ഹാർദരമായി സ്വാഗതം ചെയ്യുന്നു. അതേപോലെ തന്നെ ഈ പരിപാടി അധ്യക്ഷത വഹിക്കാൻ വേണ്ടി നമ്മുടെ പ്രിയങ്കരനായ പഞ്ചായത്ത് പ്രസിഡന്റ് TP സുഗുവിനെ ക്ഷണിച്ചുകൊള്ളുന്നു. പ്രിയമുള്ളവരെ, ഞാൻ നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്നത് ഒരു പഞ്ചായത്ത് പ്രസിഡന്റ് ആയിട്ടല്ല, പൂർവ്വ വിദ്യാർത്ഥിയായിട്ടാണ്. അന്ന് നമ്മുടെ കൂടെ പഠിച്ച 33 പേരും ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട്. ഒരാൾ എത്തിച്ചേർന്നിട്ടില്ല. അദ്ദേഹം വരുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. പിന്നെ സജീവമായി പ്രവർത്തിച്ച ഈ കൂട്ടായ്മയുടെ ഒറ്റക്കെട്ടായ തീരുമാനമായിരുന്നു വീടില്ലാത്ത ഒരാൾക്ക് വീട് വെച്ച് നൽകുക എന്നത്. അങ്ങനെ എല്ലാവരും നന്നായി സഹായിക്കുകയും ചെയ്തു. ആ വീടിന്റെ താക്കോൽദാന കർമ്മവും ഉദ്ഘാടനവും നമ്മുടെ ബഹുമാനപ്പെട്ട MLA ഈ ചടങ്ങിൽ നിർവഹിക്കും. എന്താ മാനവരെ മനോഹര അപ്പോ മനോഹരനും എത്തിയ സ്ഥിതിക്ക് നമുക്ക് ഈ ചടങ്ങ് തുടങ്ങാം. ഈ ചടങ്ങിന്റെ ഉദ്ഘാടനത്തിനായി നമ്മുടെ ബഹുമാനപ്പെട്ട നമ്മുടെ പ്രിയങ്കരനായ MLA ക്ഷണിച്ചുകൊള്ളുന്നു. വേദിയിലും സദസ്സിലും ഇരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇത്തരം ഒരു ചടങ്ങിൽ സംബന്ധിക്കാൻ കഴിഞ്ഞതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട്. നിരവധിയായ പൂർവ്വ വിദ്യാർത്ഥി കൂട്ടം പങ്കെടുത്തിട്ടുണ്ടെങ്കിലും ഇത്ര അർത്ഥവത്തായ ചടങ്ങിൽ സംബന്ധിക്കുന്നത് ആദ്യമായിട്ടാണ്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ സംഘാടകരെ ഞാൻ ഹൃദയപൂർവ്വം അഭിനന്ദിക്കുകയാണ്. ഇവിടെ നിൽക്കുമ്പോൾ എനിക്ക് എൻ്റെ കുട്ടിക്കാലമാണ് ഓർമ്മ വരുന്നത്. എൻ്റെ സ്കൂൾ കാലം, എൻ്റെ ഗുരുക്കന്മാരെ, എൻ്റെ സഹപാഠികളെ. ആ കാലത്തേക്ക് മടങ്ങിപ്പോകാൻ നിങ്ങൾക്കും ആഗ്രഹമുണ്ടാവുമെന്ന് എനിക്കറിയാം. പക്ഷെ ഒരു കാര്യം പറഞ്ഞുകൊള്ളട്ടെ, സങ്കടത്തോട് പറഞ്ഞുകൊള്ളട്ടെ, ആ പഴയ കാലത്ത് നമുക്ക് അധ്യാപകരെ ബഹുമാനമായിരുന്നു, സ്നേഹമായിരുന്നു. തെറ്റ് കാണുന്ന സമയത്ത് അവർ നമ്മളെ ശിക്ഷിച്ചു, നല്ലത് ചെയ്യുന്ന സമയത്ത് അവർ നമ്മളെ തലോടുകയും ചെയ്തു. പക്ഷേ ഇന്നത്തെ കാലത്ത് ക്ലാസ് മുറികളിൽ വെച്ച് വിദ്യാർത്ഥികൾ അധ്യാപകരെ ഭീകരമായി തല്ലുന്ന കാലത്തേക്ക് മാറിയിരിക്കുകയാണ് നമ്മൾ. മാത്രമാണോ, വളർത്തി വലുതാക്കിയ കുട്ടികൾ, മക്കൾ, രക്ഷിതാക്കളെ അഗതി മന്ദിരങ്ങളിലേക്കും തെരുവിലേക്കും വലിച്ചെറിയുന്ന ഭീകരമായ കാലത്തേക്ക് നമ്മൾ എത്തിയിരിക്കുന്നു. എവിടെയാണ് നമ്മുടെ സമൂഹത്തിന്റെ പോക്ക്? നിങ്ങൾക്കറിയാം, ഇന്നത്തെ സോഷ്യൽ മീഡിയയിൽ ഒരു പോസ്റ്റ് ഉണ്ട്, എല്ലാവരും കണ്ടതായിരിക്കാം.
+1 ഒരു കുട്ടി പ്രിൻസിപ്പളിനോട് പറയുകയാണ്, നാളെ ഇറങ്ങിയാൽ നിങ്ങളെ തട്ടിക്കളയും. ഇതാണ് കാലം. മാത്രമാണോ, എല്ലാ ഭാഗത്തും ലഹരിയാണ്. കുട്ടികൾക്ക് ഒന്നിനെയും ഫേസ് ചെയ്യാനുള്ള കരുത്തിലായി മാറിക്കൊണ്ടിരിക്കുന്നു. ഇത് സമൂഹത്തിന്റെ ജീർണതയാണ്. ഈ അവസരത്തിൽ ഞാൻ അധികം ദീർഘിപ്പിക്കുന്നില്ല. ഇതൊരു ബാല്യകാല കൂട്ടായ്മ കൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് ഓർമ്മകൾ ഉണ്ടാവാം. സ്കൂൾ മുറ്റത്തെ നെല്ലിമല ചോട്ടിലും പ്ലാവിൻ ചോട്ടിലുമൊക്കെ നമ്മൾ ഏറ്റവും ആസ്വദിച്ച് കഴിഞ്ഞൊരു മനോഹരമായ കാലം. അന്ന് നമ്മളെല്ലാം പങ്കുവെച്ച് കഴിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ? മാത്രമാണോ, അന്ന് ഒരുപാട് പാഠങ്ങൾ നമ്മൾ പഠിച്ചു ജീവിതത്തിൽ. ആ പ്രകൃതിയും മനുഷ്യനും പഠിപ്പിച്ച പാഠങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ഈ കൂട്ടായ്മ എന്നും നന്നായി നിൽക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ചടങ്ങ് ഞാൻ ഗംഭീരമായിട്ട് ഉദ്ഘാടനം ചെയ്യുകയാണ്. നന്ദി, നമസ്കാരം. പ്രിയമുള്ളവരെ, ഇനിയാണ് ഇവിടെ വളരെ പ്രധാനപ്പെട്ട ഒരു ചടങ്ങ് നടക്കുന്നത്. നമ്മുടെ സ്നേഹക്കൂട്ടായ്മ നിർമ്മിച്ച സ്നേഹ വീടിൻ്റെ താക്കോൽ ദാന കർമ്മം. ആ കർമ്മം നിർവഹിക്കുന്നത് നമ്മുടെ പ്രിയങ്കരനായ MLA ആണ്. ആ താക്കോൽ ഏറ്റുവാങ്ങേണ്ടതോ മറ്റാരുമല്ല, നമ്മുടെ പ്രിയപ്പെട്ട മനോഹരൻ. എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല. അതേടാ മനോട്ടി, ഞങ്ങളെ കൂട്ടുകാർ നിനക്ക് തന്നെ സ്നേഹ സമ്മാനമാണ് ഈ വീട്. എന്താ പറയണത് എനിക്കറിയില്ല, എങ്ങനെ നന്ദി പറയണത് എനിക്കറിയില്ല. കൂട്ടുകാരനായ ഭഗവാൻ കൃഷ്ണനെ കാണാൻ അവിൽ പൊതിയുമായി പോയ കുചേലന്റെ കഥ കേട്ടിട്ടില്ലേ? അതുപോലെയായത്. നിങ്ങളെല്ലാവരും ചേർന്ന് കുറെ കാലല്ലേ നമ്മൾ കണ്ടിട്ട്, നിങ്ങളെല്ലാം ചേർന്ന് എനിക്കൊരു സമ്മാനം തരുമ്പോഴേ തിരിച്ചൊരു സമ്മാനം ഞാൻ നിങ്ങൾക്കും തരണ്ടേ? ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് ഒരു സമ്മാനം. ഞാനും കൊണ്ടുവന്നിട്ടുണ്ട്. ബിന്ദു, ബിന്ദു. ആരാന്നറിയോ? ആരാന്നറിയോ? ഇല്ല. നമ്മുടെ ദേവകി ടീച്ചർ. എത്ര കാലം കണ്ടിട്ട്. ബഹളം വയ്ക്കാതെ പോയിരിക്കൂ കുട്ടികളെ, പോയിരിക്കൂ. ഇന്ന് എല്ലാവരും ഉണ്ടല്ലോ. ഇനി ഞാനൊന്ന് ഹാജര് വിളിക്കട്ടെ. സജീവൻ, സത്യൻ, സുഗതൻ, സുലോചന, പ്രകാശൻ, ടീച്ചർ, മനോഹരൻ, മനോഹരൻ KP, ഇപ്പോഴാണ് ഇതൊരു സ്വർഗമായത്. മനോഹരമായ സ്വർഗം. മഞ്ഞു വീണതറിഞ്ഞില്ല, പൈങ്കിളി മലർത്തേൻ കിളി, വെയിൽ വന്നു പോയതറിഞ്ഞില്ല, ഓമനേ നീ വരും നാളുമെണ്ണീരുന്നു ഞാൻ, പൈങ്കിളി മലർത്തേൻ കിളി, വന്നു നീ വന്നു
പ്രിയമുള്ളവരെ, ഹലോ 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 പ്രിയമുള്ളവരെ, പ്രൊഫഷണൽ നാടകത്തെ വെല്ലുന്ന തരത്തിൽ അതിഗംഭീരമായ പ്രകടനം കാഴ്ചവെച്ച നെടുമ്പുറം നാടകവേദി കലാകാരന്മാർക്ക് മടപ്പര ആഘോഷ കമ്മിറ്റിയുടെ അഭിനന്ദനം അറിയിക്കുകയാണ്. ഈ നാട് ഗ്രാമീണ കലാകാരന്മാർക്ക് നൽകുന്ന അംഗീകാരമാണ് ഇത് കാണിച്ചത്. പ്രൊഫഷണൽ നാടകങ്ങളെ വെല്ലുന്ന തരത്തിൽ അതിഗംഭീരമായ നാടക പെർഫോമൻസ് സംഘടിപ്പിച്ച നെടുമ്പുറം നാടകവേദി